ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ റെയിൻ ബസേരമേ എന്ന പാഠഭാഗത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് തന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിഡ്കി എന്ന പാഠഭാഗത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും തന്നിരുന്നു. അതിൽ ഓപ്ഷൻ തന്നായിരുന്നു. ഇതിനകത്ത് നമ്മൾ ഓപ്ഷൻ എഴുതിയിട്ടില്ല, ആൻസർ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. വായിക്കാം, നോക്കിയിരിക്കണം. സൂചന നോക്കിയേ. പ്രശ്നോं का उत्तर लिखे. പ്രശ്നം എന്ന് വെച്ചാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ റെയിൻ ബസേരമേം യാത്രാവൃത്തിക ലേഖക് കോൻ ഹേ. റെയിൻ ബസേരമേം എന്ന യാത്രാവൃത്തത്തിൻ്റെ ലേഖകൻ ആരാണ്? ആൻസർ അമൃതലാൽ ബേഗഡെ. അടുത്ത ലേഖകക്ക് സഹായിക്കാൻ നാം. ലേഖകൻ്റെ സഹായകൻ്റെ പേര് ചോട്ടു. ബേഗഡെ കിസെ ഗാവ് മേം രുക്കിന പട. ബേഗഡെ ഏത് ഗ്രാമത്തിലാണ് രുക്കിന തങ്ങിയത്? ആൻസർ പദോഢ. അടുത്ത ലോകോംനെ മിൽക്കർ ക്യാ ബനായ. ജനങ്ങൾ കൂടിക്കലർന്ന് എന്താണ് നിർമ്മിച്ചത്? ആൻസറിൻ്റെ മന്ദിർ എന്ന് വെച്ചാൽ ക്ഷേത്രം. ഗ്രാമീണനെ ലേഖകോ ക്യാ ക്യാ സാമഗ്രി ദി. ഗ്രാമീണൻ ലേഖകന് എന്തെല്ലാം സാധനങ്ങളാണ് നൽകിയത്? ആൻസർ നോക്കിയേ. ഏക്ക് ബെഡി ദരി और പാനി ലാനെ കെ ലിയെ ബാൾട്ടി. ഏക്ക് ബെഡി ദരി ഒരു വലിയ വിരിയും, അതുകൂടാതെ ജലമെടുക്കാൻ വേണ്ടി ബാൾട്ടി ബക്കറ്റുമാണ് കൊടുത്തത്. അടുത്ത നോക്കിയേ. പാഗൽ ആത്മി അപ്പനെ ആപ്കോ ക്യാ കഹ്കർ പരിചയ ദിയ. പാഗലായിട്ടുള്ള ഭ്രാന്തനായിട്ടുള്ള മനുഷ്യൻ സ്വയം എന്ത് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത്? ആൻസർ CID ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ്. അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ CID ഇൻസ്പെക്ടറാണെന്ന്. അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. അടുത്ത നോക്കിയേ. ഖേത്തോമേ ക്യാ കട്ട് രഹാ ഹേ. ഖേത്ത് എന്ന് വെച്ചാൽ വയലുകൾ. എന്താണ് കട്ന? അത് പാകം എന്ന് വെച്ചാൽ ആ വിളവുകളെ പാകമായി കിടന്നു, അതൊരു കട്ട് ചെയ്ത് മാറ്റി. അതേതാണെന്നാണ് ചോദിച്ചത്. ആൻസർ സോയാബീൻ എന്ന ഫസലായിരുന്നു കട്ട് ചെയ്തത്. നോക്കി. ചോട്ടുവിനെ ഖാനെ കെ ലിയെ ക്യാ ക്യാ ബന രഹാ ഥാ. ചോട്ടു ഖാനെ കെ ലിയെ കഴിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് നിർമ്മിച്ചത് അല്ലെ പാകം ചെയ്തത്? ആൻസറ് ദാൽ അവരെ ഗാക്കഡ് എന്ന് വെച്ചാൽ ഗോതമ്പ് കൊണ്ടുള്ള റൊട്ടി. നമ്മൾ പഠിച്ചു. ദാൽ എന്ന് വെച്ചാൽ ഡാല് കറിയും ഗാക്കഡുമായിരുന്നു, ഗോതമ്പ് കൊണ്ടുള്ള റൊട്ടിയും ആയിരുന്നു. പാഗലാത്മി പിട്ടൂസേ ക്യാ ഫേങ്ക് നഹി. ഫേങ്ക നഹി എന്ന് വെച്ചാൽ ഫേങ്കിന എറിയുക. പാഗലായിട്ടുള്ള ആത്മീ പിട്ടു എന്ന് വെച്ചാൽ പെട്ടിയിൽ നിന്നും എന്താണ് എറിയാതിരുന്നത്? ആൻസർ കിതാബുകൾ. അടുത്ത നോക്കിയേ. പാഗലാത്മി ലേഖകയ്ക്ക് മുട്ടിമേം ക്യാ രേഖ. പാഗലാത്മി ലേഖകൻ്റെ മുട്ടിയിൽ കൈപ്പിടിയിൽ എന്താണ് വച്ചത്? ആൻസർ 20 പൈസേ കാ സിക്ക. 20 പൈസയുടെ ഒരു സിക്ക നാണയം. അടുത്ത നോക്കി. പഹലെ പിതാജി അതായത് പാഗലാത്മി കഹാം രഹിതേ. പിതാജി അതായത് യുവക് പറഞ്ഞു, പിതാജിയാണ് ഇവിടെ വന്ന് കഴിഞ്ഞ രാത്രിയിൽ ബഹളം വെച്ചതെന്ന് പറഞ്ഞു. അതാ പിതാജി എന്ന് കൊടുത്തേ. അത് പാഗലാത്മി. കഹാൻ രഹിതേ എവിടെയാണ് താമസിച്ചത് നേരത്തെ? ആൻസർ മണ്ഡി ദ്വീപ്. എവിടെയാണ് മണ്ഡി ദ്വീപ്? അടുത്ത നോക്കിയേ. പാഗൽ ആത്മി കിസ്കോ ആദർ കർത്തേ. പാഗലായിട്ടുള്ള മനുഷ്യൻ ആരെയാണ് ആദരിക്കുന്നത്? ആൻസർ തമാം ഗുരുവോങ്കോ. തമാം എന്ന് വെച്ചാൽ പൂര മൊത്തം ഗുരുക്കന്മാരെയും. അടുത്ത നോക്കിയേ. ആകാശ് മേ സഫേദ് തിൽ ബിഖറെ. ഇസ്മേ വിശേഷണ ശബ്ദ ക്യാ ഹേ. ആകാശത്തിൽ സഫേദ് തിൽ എന്ന് വെച്ചാൽ വെള്ള, തിൽ എന്ന് വെച്ചാൽ എള്ള്, ബിഖർന വിതറുക. ആകാശത്തിൽ വെളുത്ത എള്ള് വിതറിയതുപോലെ. ഇതിൽ വിശേഷണ ശബ്ദം ഏതായിരിക്കും? വെളുത്ത എള്ള് അല്ലേ? ആ വെളുത്ത എന്നുള്ള സഫേദ് എന്ന വാക്കാണ് വിശേഷൻ. അതാണ് ആ എള്ളിനെ വിശേഷിപ്പിച്ചത്. സഫേദ് എന്ന വാക്കുകൊണ്ടാണ്. അതിൻ്റെ ആൻസർ സഫേദ് എന്നെഴുതി ഹൈഫൻ കൊടുത്തിട്ട് വിശേഷൻ എന്നെഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ. മുച്ഛേ ഇസ്മേ സർവനാം और പ്രത്യയ ക്യാ ഹേ. മുച്ഛേ എന്ന ശബ്ദത്തിൻ്റെ സർവനാമവും പ്രത്യയവും എന്താണെന്ന് നോക്കി. തന്നിരിക്കുന്ന മെയിൻ പ്ലസ് കെ. അതിനകത്ത് ആൻസർ ശരി ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. മെയിൻ പ്ലസ് കോ. മെയിൻ പ്ലസ് കീയും കെയും അല്ല, മെയിൻ പ്ലസ് കോയാണ്. അടുത്ത നോക്കിയേ. മുഹാവരെ കാ ക്യാ അർത്ഥം മിൽത്താ ഹേ. തന്നിരിക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് കിട്ടുന്നത്? ക്വസ്റ്റ്യൻ നോക്കിയേ. ഊൽ ജലൂൽ ബെക്ന എന്ന വാക്കാണ്. അതിൻ്റെ മുഹാവര എന്ന് വെച്ചാൽ നോക്കിയതിൻ്റെ അർത്ഥം ബേക്കാർ കി ബാത്തേം കഹ്ന. വെറുതെയുള്ള കാര്യങ്ങൾ പറയുക. ഊൽ ജലൂൽ ബെക്ന എന്ന് വെച്ചാൽ അർത്ഥം വെറുതെയുള്ള കാര്യങ്ങൾ പറയുക എന്നാണ്. അതിൻ്റെ ഹിന്ദി വാക്കാണ് ബേക്കാർ കി ബാത്തേം കഹ്ന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പസന്ത് മൻപസന്ത് എന്ന് വെച്ചാൽ മനസ്സിന് ഇഷ്ടപ്പെട്ട. പ്രസംഗ
യാത്രാവൃത്തി സേ ചുന്നെ യഹ് പ്രസംഗ് പർ പട്കത ലിഖേ. മനസ്സിന് ഇഷ്ടപ്പെട്ട യാത്രാവൃത്തം തിരഞ്ഞെടുത്തെഴുതുക, അതിൻ്റെ ആ സന്ദർഭം വ്യക്തമാക്കി പട്കത തയ്യാറാക്കുക. ക്വസ്റ്റ്യൻ ദേ കൊടുത്തിരിക്കുന്നു. അപരിചിത വ്യക്തി ജാനയ്ക്ക് ബാധ ചോട്ടു ദർവാസെ ബന്ദ് കർത്തേയും ബന്ദ് കർത്തിയെ. അതായത് അപരിചിതനായിട്ടുള്ള വ്യക്തി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോട്ട് എന്ത് ചെയ്തു? ആ അപരിചിത വ്യക്തി എന്ന് വെച്ചാൽ പാഗൽ വ്യക്തിയാണ്. അദ്ദേഹം പോയതിന് ശേഷം ചോട്ട് ചെന്ന് ദർവാസെ ബന്ദ് കർത്തിയെ, ദർവാസെ ബന്ധാക്കി എന്ന് വെച്ചാൽ അടച്ചു. ഇസേ പ്രസംഗಕ್ಕೆ ആധാർ ലേഖകർ ചോട്ടു കെ ബീച്ച് ബാത്ചിത്തിലേക്ക്. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ചോട്ടുവിൻ്റെയും ലേഖകൻ്റെയും ബീച്ചിലുള്ള ബാത്ചിത്ത് എന്ന് വെച്ചാൽ സംഭാഷണം എഴുതുക. നമ്മൾ കഴിഞ്ഞ റെയിൻ ബസേരമേ എന്ന പാഠഭാഗത്തിലെ നോട്ട്സ് എന്ന വീഡിയോയിൽ അതുണ്ട്, അത് നോക്കി പഠിക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ദർവാസെ കോൽത്തെ സമയ ബാഹ്റേക്ക് യുവക കടാധ. ദർവാസെ തുറന്ന സമയത്ത് ബാഹർ വെളിയിലെ ഒരു യുവാവ് നിൽക്കുന്നതായി കണ്ടു. ആ പ്രസംഗ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ലേഖകനും ആ യുവകൻ്റെയും ബീച്ചിലുള്ള ബാത്ചിത്ത് കൂടി എഴുതുക. ഇത് രണ്ടിലെ ഒരെണ്ണം എക്സാമിന് നല്ലതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സഹി മിലൻ കരെ. സഹി എന്ന് വെച്ചാൽ ശരിയായിട്ടുള്ളത് ചേർത്ത് എഴുതുക. ടേബിളാണ്, അതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണോ അത് ശരിയാക്കി നേർക്ക് നേരെ എഴുതുക. ഞാനിവിടെ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. ഒന്നാമത്തെ നോക്കിയ പാഗലാത്മിയാണ്. അതിൽ ശരിയായിട്ടുള്ളത് ദരി പർ ഗുടിമുടി പടാന്ന് വെച്ചാൽ, ദരി എന്ന് വെച്ചാൽ വിരിയിലെ ഉടിമുടി പടാന്ന് വെച്ചാൽ ചുരുണ്ടുകൂടി കിടന്നു. അത് വേണം പാഗലാത്മിയുടെ നേരെയുള്ള കോളത്തിൽ എഴുതാനേ. അവിടെ ഇതേ ഒന്നേന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നോക്കി ചോട്ടു അറിയാൻ നമുക്ക് സഹായകനാണെന്ന് നോക്കി. ദർവാസെ ബന്ദ് കർക്കെ താല ലഗാദിയ. ആ ദർവാസ് വാതിൽ ബന്ധാക്കിയെന്ന് വെച്ചാൽ അടച്ചിട്ട് താല ലഗാദിയ താഴിട്ട് പൂട്ടി. അത് അടുത്ത നോക്കിയ അമൃതലാൽ വേഗഡ് ശിക്ഷക് അധ്യാപകൻ ആയിരുന്നു. അത് കൃത്യമായിട്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ഓർഡർ അനുസരിച്ച് അതാത് കോളത്തിൽ തന്നെ എഴുതുക. അടുത്ത നോക്കി സഹി പ്രസ്താവന ചുൻകർ ലിഖെന്ന് വെച്ചാൽ സഹി ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക എന്ന ചോദ്യമാണ് തന്നിരിക്കുന്ന. നോക്കിയ വായിക്കാം. പാഗലാത്മി ലേഖകെ പൈർ ദബാത്താരഹ. പാഗലായിട്ടുള്ള മനുഷ്യൻ ലേഖകൻ്റെ പൈർ എന്ന് വെച്ചാൽ കാല് ദബിന തിരുമ്മി കൊടുത്തു. സ്റ്റോറിയിൽ അത് ശരിയാണത് ടിക്കും കൊടുത്തേക്കുന്നേ. അടുത്ത നോക്കിയ പാഗലാത്മീനെ ചാബുക്ക് സേ യാത്രിയോ കോ മാര. പാഗലായിട്ടുള്ള മനുഷ്യൻ ചാബുക്ക് എന്ന് വെച്ചാൽ ചാട്ടവാർ കൊണ്ട് യാത്രികരെ അടിച്ചു. അയാൾ അടിച്ചില്ല, ഭീഷണിപ്പെടുത്തിയേ ചെയ്തുള്ളൂ, അടിച്ചില്ല, അതുകൊണ്ട് തെറ്റാണ്. അടുത്ത നോക്കിയേ. അമൃതലാൽ വേഗഡിനെ നർമ്മദാക്കെ കിനാരെ പദയാത്രാക്കി. അമൃതലാൽ വേഗഡെ നർമ്മദയുടെ കിനാരയിൽ കൂടി പദയാത്ര നടത്തി. അത് ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത നോക്കിയേ. ലേഖക ആർ ചോട്ടും മന്ദിർ കി ഛത് പർ സോഗെ. ലേഖകനും ചോട്ടും മന്ദിരത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ടെറസിലാണ് ഉറങ്ങിയത്. അല്ല, തെറ്റാണ്. വരാന്തയിലാണ് ഉറങ്ങിയത്, അതുകൊണ്ട് തെറ്റാണ്. അടുത്ത നോക്കിയ. ലേഖകെ ഹാത്ത് പാഗലാത്മേ 20 പൈസെ കാ സിക്ക രഗാ ദിയ. ലേഖകൻ്റെ ഹാത്ത് കയ്യിലെ പാഗലായിട്ടുള്ള മനുഷ്യൻ 20 പൈസയുടെ സിക്ക നാണയം വച്ചു. അത് ശരിയാണ്. ടിക്കും കൊടുത്തേക്കുന്നുണ്ട് ശരിയായിട്ടുള്ള. അത് 3 നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. അങ്ങനെയാണത് എഴുതേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് തന്നിരിക്കുന്ന. സൈഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും, അത് എഴുതാൻ. അതിനുവേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കിയേ. ലേഖകെ ഫയർ അവർ ആതങ്കിക്ക് ഉസെ റാത്ത് കോ മില സമ്മാൻ അപൂർവ മാൻതെ ക്യോം. അതായത് ലേഖകന് ഭയത്തിൻ്റെയും ആതങ്ക ഭീഷണിയുടെയും അല്ലേ ആ രാത്രിയിലെ കിട്ടിയ സമ്മാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അപൂർവമായ സമ്മാനങ്ങൾ ഒന്നായിരുന്നു. ക്യോം എന്തുകൊണ്ട്? അതിൻ്റെ ആൻസറും ആ പാഠത്തിൽ തന്നിട്ടുണ്ട്. അത് പഠിക്കുക എടുത്ത്. റെയിൻ ബസേരമേ എന്ന പാഠഭാഗത്തിൻ്റെ ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പഠിക്കണം. ഓക്കെ. അത് ഇവിടെ നോക്കി 2 ബാധ്യത നമ്മൾ തന്നിട്ടുണ്ട്, അത് നോക്കണം. അത് ബാധ്യതല്ലാതെ പട്കഥയായിട്ട് ചോദിച്ചാലും അത് തന്നെ ആ ഭാഗം കൊള്ളാം. അപ്പോൾ നറേഷൻ കൂടി ആഡ് ചെയ്തിട്ട് എഴുതി കൊടുക്കണം. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠമായ മേരി ദുനിയാക്കി തമാം ബച്ചെ എന്ന പാഠഭാഗത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് തരാം. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റു കുഞ്ഞുങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.